നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ കോവിഡ് കാലത്ത് 2 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റിന്റെ ശ്വാസം നിലച്ചു. 2021 ഒക്ടോബർ 21 ഇത് പ്രവർത്തനം തുടങ്ങിയത്. ജില്ലാ ആശുപത്രിയിലേക്ക് വേണ്ട ഓക്സിജൻ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ആശുപത്രിയിലേക്ക് നൽകി വരികയായിരുന്നു. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. അപ്രതീക്ഷിതമായി ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റിൽ നിന്നും പെട്ടെന്ന് ശബ്ദം കേട്ടുവെന്നും അത് ഇടിമിന്നലിൽ കേടായി എന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ ഇടിമിന്നലല്ലെന്നും അങ്ങനെയെങ്കിൽ സമീപത്ത് കെട്ടിടങ്ങൾക്ക് ഇടിമിന്നലേൽക്കുമെന്നുമാണ് റിപ്പോർട്ട് നൽകിയതെന്നാണ് വിവരം. ഇതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചു. പ്ലാന്റിന് ചുറ്റും കാട് മൂടി. ഇത് അറ്റകുറ്റപ്പണി നടത്താൻ 9 ലക്ഷം രൂപ വേണമെന്നും ഇതിന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഫണ്ടില്ലെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. പ്ലാന്റ് പ്രവർത്തനം തുടങ്ങും മുമ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്ന് ലിക്വിഡ് ഓക്സിജനും സിലിണ്ടറും പണം കൊടുത്ത് വാങ്ങുകയായിരുന്നു പതിവ്. പ്ലാന്റ് തുടങ്ങിയതോടെ ഇത് നിർത്തി. ഇപ്പോൾ വീണ്ടും മാസം 60,000-ഓളം രൂപ ചിലവിട്ട് സിലിണ്ടറും ലിക്വിഡ് ഓക്സിജനും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പ്ലാന്റിന്റെ വയറുകൾ കുത്തിയെന്നത് ഇതുവരെ വ്യക്തമാക്കാത്തതിനാൽ പണം നൽകി വേണം അറ്റകുറ്റപ്പണി നടത്താൻ. ഉപയോഗിക്കാത്തത് കാരണം പ്ലാന്റിലെ ഉപകരണങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.